ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ പൈസ കൊടുക്കാതെ വലിയ ആൾ കളിച്ച് സുധിയുടെ അമ്മയും കൂടി അങ്ങ് പോരുക. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നൊരു കല്യാണത്തിന് നീ വണ്ടി കൊണ്ടുവന്നതിന് പൈസ ചോദിക്കുന്നോടാ എന്ന് ചോദിച്ചപ്പം ഞാനെന്തിനാ ഇവന് വേണ്ടിയിട്ട് വെറുതെ വണ്ടി ഓടിക്കുന്നത്? പച്ചവെള്ളം ഒഴിച്ചാലേ വണ്ടി ഓടത്തില്ല, അതിൻ്റെതായ സാധനം ഒഴിച്ചാലേ വണ്ടി ഓടത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ കാശ് എനിക്ക് വേണമെന്നും പറഞ്ഞു. ഈ രണ്ടാം കെട്ടിന് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി പറഞ്ഞപ്പം നീ എന്താടാ പറഞ്ഞത്? രണ്ടാം കെട്ടോ? ആ രണ്ടാം കെട്ട് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതിന് അന്ന് അവൻ താലി കെട്ടിയൊന്നും ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെയാടാ രണ്ടാം കെട്ടാകുന്നതെന്ന് ചോദിക്കും. ഒന്ന് പതുക്കെ പറയടാ എന്ന് പറഞ്ഞ് അമ്മ സച്ചിയെ വഴക്ക് പറയുമ്പം കെട്ടിയാലും ഇല്ലെങ്കിലും ഇത് രണ്ടാം കെട്ട് തന്നെയാണ്, ഞാൻ അങ്ങനെയേ ഇതിനെ കാണത്തുള്ളൂ, അംഗീകരിക്കത്തുള്ളൂ. നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ പൈസ കിട്ടണം, എനിക്ക് എൻ്റെ പൈസ കിട്ടിയാലേ എൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എന്നിട്ട് അമ്പലത്തിൽ വെച്ചിങ്ങനെ ഒച്ചത്തിൽ പറയാം, ഞാൻ നിങ്ങളെ മൊത്തത്തിൽ നാറ്റിക്കേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി പിടിച്ച പിടിയാലെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും തൻ്റെ വണ്ടിക്കൂലിയും മേടിച്ച് അങ്ങ് പോവുകയാണ്. ഇതങ്ങ് ആദ്യം തന്നാൽ പോരായിരുന്നോ? പിന്നെ എന്തിനാ ഇങ്ങനെ എന്നെ കൊണ്ട് ഇത്രയും കിടത്തി സംസാരിപ്പിച്ചതെന്ന് ചോദിച്ചു സച്ചി അങ്ങ് പോയി. നാണം കെട്ടവൻ, നന്ദി കെട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവിടെ കിടന്നിങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ഭാമയോട് പറയാം, എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ കാണിക്കുന്നത്? പറഞ്ഞത് നീ അവനോട് ചെയ്യുന്നതല്ലേ അവൻ തിരിച്ചു നിനക്ക് തരുന്നത് എന്ന് ഭാമ ചോദിച്ചപ്പം ഞാൻ എന്താ അവനോട് കാണിച്ചത്? അവൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് ഞാൻ അവനോട് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. വിട്ട് കള അമ്മേ, ഇനിയിപ്പോൾ അമ്മ അതൊന്നും ചിന്തിക്കേണ്ട അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സുധി ആണെങ്കിൽ അങ്ങനെ അങ്ങ് ചിന്തിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, മോൻ പറഞ്ഞാൽ പിന്നെ എന്താ വേറെ വാക്കൊന്നും ഇല്ലല്ലോ, മോൻ ചെല്ല് അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ ചന്ദ്രമതി നിൽക്കുക. നീ ഇത് എന്ത് ഭാവിച്ചോണ്ടാ ചന്ദ്രമതി? നീ എന്ത് കണ്ടോണ്ടാ ഇത്രയും കാര്യങ്ങളെല്ലാം നീ ചെയ്തു വെച്ചിട്ട് നീ വീണ്ടും സച്ചിയോടൊക്കെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നീ പിടിക്കുന്നിടത്ത് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പിടിക്കുന്നിടത്ത് തന്നെ നിൽക്കും ഭാമേ, അതിന് യാതൊരു മാറ്റവും ഇല്ല. കാരണമേ ഞാൻ എൻ്റെ മോനെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നതേ ഒരു കോടീശ്വരൻ്റെ മോളെ കൊണ്ടാണ്. ആ കോടീശ്വരൻ്റെ കയ്യിൽ കോടികളുണ്ട്. മാത്രമല്ല അവളുടെ അച്ഛൻ അങ്ങ് ദുബായിലുണ്ടല്ലോ, അവിടുന്ന് ആ പണം മുഴുവൻ ഞാനിങ്ങോട്ട് ഇറക്കും. അപ്പം പിന്നെ ഇവൻ്റെയൊക്കെ മുന്നിൽ എൻ്റെ മോനും ഞാനും രാജാവായിട്ട് തന്നെ കഴിയും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ്റെ കോടികൾ കൈവെള്ളയിലിട്ട് അമ്മാനം ആടുന്നതും ആലോചിച്ച് ഇങ്ങനെ ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്. നീ വാ, സമയമില്ല, മോനെ ഒരുക്കണം, ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, വാ ഭാമയെന്നും പറഞ്ഞുകൊണ്ട് ഭാമയും വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെയും അവരുടെ അടുത്തേക്കൊക്കെ ചെന്നു. അച്ഛമ്മയും അച്ഛനും അതുപോലെ എല്ലാവരും അവിടെയുണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴോ നമ്മുടെ സച്ചി ചെല്ലുന്നതേ കാണുന്നത് രേവതി അവിടെ ഇരുന്ന് പൂമാല കെട്ടുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്കൊരു കൗതുകം, ഒരു ഇഷ്ടമൊക്കെ. അപ്പോൾ ചെന്നിട്ട് ഇതെന്താ നീ ഇവിടെ വന്ന് പൂമാല കെട്ടൽ തുടങ്ങിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വിവാഹത്തിന് വേണ്ടിയുള്ള മാലകെട്ടലാണ്, അത് തീർന്നില്ല, അപ്പം ഞാനും കൂടെ ഒന്ന് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അങ്ങനെ മാല കെട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയെയും ദേവുവിനെയും ശരത്തിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി വല്ലതും ചെയ്യുക, അല്ലാതെ ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നീ എന്തിനാ ഇങ്ങനെ സമയം കളയുന്നേ? എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പറയുമ്പോൾ അച്ചമ്മ പറഞ്ഞു, അവളല്ലെങ്കിലും അവളുടെ അമ്മയെയും അനുജനെയും അനുജത്തെയും ആണ് സഹായിക്കുന്നത്, അവരാണ് ഈ കല്യാണത്തിന് വേണ്ടി മാല കെട്ടുന്നത്, അപ്പോൾ പിന്നെ അവരെയല്ലേ അവൾ സഹായിക്കുന്നത്, പിന്നെ എന്തിനാ സച്ചി നീ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടതൊന്നും അല്ല അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് നേരം നമ്മുടെ സച്ചി പറയാം. പിന്നെ അവരുടെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, അതൊന്നും സാരമില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാൻ പോവല്ലേ മോനായിട്ട് ഇനി അതിനകത്ത് എതിരൊന്നും പറയാനോ അല്ലെങ്കിൽ അശുഭക്കേടൊന്നും സംസാരിക്കാനോ നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി നിങ്ങളൊക്കെ പിന്നെ എല്ലാം ഒരേ ഇതിലുള്ളവരാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ വിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, എൻ്റെ കാശ് തരാതെ അവൻ അങ്ങനെ സമാധാനമായിട്ട് കെട്ടാവെന്നൊന്നും വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ഒരുമാതിരി പ്രാകുന്നത് പോലെ പറയുമ്പോൾ നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് അച്ചമ്മ ചോദിച്ചു. സച്ചി നിന്നോട് ഞാൻ പറഞ്ഞു സംസാരിക്കരുത്, ഈ രീതിയിലൊന്നും പറയരുതെന്ന്, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ. ഞാനെന്തെങ്കിലും പറയുന്നതിനാണല്ലോ കുറ്റമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി. ആ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, ഒന്നും പറയണ്ടെന്നേ, ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും പറയാം. എന്നും പറഞ്ഞുകൊണ്ട് നേരെ സച്ചി ഇങ്ങനെ നിൽക്കണേ. ഈ സമയത്ത് അവിടെ കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഫോൺ എടുത്ത് നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നു. വരാറായില്ലേ എന്നും ചോദിച്ചു. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ശ്രുതി. ശരിയെന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അത് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വിവരങ്ങളെല്ലാം അപ്പം കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതി ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ ദാസിൻ്റെ കോള് വന്നപ്പോഴേക്കും പേടിയോടുകൂടി നമ്മുടെ
ശ്രുതി ഫോൺ എടുത്ത് നോക്കുക. ശ്രുതി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദാസിൻ്റെ കോള്. മീരയോട് പറഞ്ഞു ദാസ വിളിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന്. എടുക്കാതിരിക്കരുത്, നീ എടുക്കാതിരുന്ന ഇനി അവൻ കുറ്റിയും പറിച്ച് അങ്ങോട്ടേക്കെങ്ങാനും വന്നാൽ അതുമായി, നീ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മീര പറഞ്ഞനുസരിച്ച് ശ്രുതി കോൾ എടുത്തു. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയാവല്ലോ, നിന്നോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തതാ. നിന്റെ കല്യാണം ഒന്നല്ലേ, ആ കല്യാണം നടക്കുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. നിന്റെ മുഹൂർത്ത സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കും. അങ്ങോട്ടേക്ക് വന്ന് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരിക്കും. നീ നോക്കിക്കോ, എൻ്റെ ജീവിതം തകർത്തതുപോലെ നിന്റെ ജീവിതവും ഞാൻ തകർക്കും. എന്തായാലും എൻ്റെ ജീവിതം ഇന്ന് തകരും. എൻ്റെ ജീവിതം നേരത്തെ തകർന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിക്കാം. എന്താ, അതല്ലേ ഇച്ചിരി കൂടി നല്ലതെന്നൊക്കെ പറയുമ്പം ദയവ് ചെയ്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഉപദ്രവിക്കരുതെന്ന്. വീണ്ടും വീണ്ടും എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ ശല്യമായിട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ് ഈ ശ്രുതി. അത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്ന് എൻ്റെ ജീവിതം നീ അല്ലടി നശിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജോലിയും കളഞ്ഞു, എൻ്റെ ഭാര്യയെയും മകളെയും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. നീ ഒറ്റയൊരുത്തി കാരണം അതെല്ലാം സംഭവിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിച്ചോ? വേണ്ട ശ്രുതി. അല്ല കല്യാണി, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട. ഈ കല്യാണം ഞാൻ നടത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാസ് വീണ്ടും ശ്രുതിയെ വെല്ലുവിളിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ശ്രുതി ആകെ ധർമ്മസങ്കടത്തിലായി. മീരയോട് കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഇനി ഏക പോംവഴി മാത്രമേ ഉള്ളൂ, അത് ശ്രുതിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുക എന്നുള്ളതാണെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കുമോ എന്നിങ്ങനെ നമ്മുടെ മീര ചോദിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനിയും ഈ ഒരു വലിയ പ്രഷർ താങ്ങാൻ എനിക്ക് പറ്റില്ല മീര. ഞാനെല്ലാം ശ്രുതിയോട് തുറന്നു പറയാൻ പോവുക. ശ്രുതിയോട് തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇനിയൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം എൻ്റെ വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും എൻ്റെ വിധിയാണെന്ന് ഞാൻ വിചാരിക്കും. ഇതൊക്കെ പറയുന്നു. അപ്പോഴേക്കും അമ്മായിമ്മയുടെ സ്വപ്നം നെയ്ത് കൂട്ടിക്കഴിഞ്ഞു. പണം പകുതിയോളം മലേഷ്യയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ആ ദിവാസ്വപ്നം കണ്ട് പുള്ളിക്കാരി അവിടെ നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നത്. അപ്പോൾ മീര പറഞ്ഞു, നീ ഇങ്ങനെ എല്ലാം ഒന്നും വെട്ടിത്തുറന്ന് പറയണ്ട, നീ പറയേണ്ട കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് വേണം പറയാൻ, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ശ്രുതി അതിനെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ പിന്നെ ശ്രുതിയോട് എന്തൊക്കെ പറയും എന്നുള്ളത്. അപ്പോൾ മീരയും കൂടെ ഇങ്ങനെ കൂടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു ഐഡിയ കിട്ടി. അതിനുശേഷം ഫോൺ എടുത്ത് വിളിച്ചിട്ട് ശ്രുതിയായിട്ട് സംസാരിക്കുക, ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി ശ്രുതി, എന്താ നിന്റെ മുഖം അല്ലെങ്കിൽ നിന്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദാസ് എന്നെ പോലെയൊക്കെ ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണെന്നും അതുപോലെ നേരത്തെ എൻ്റെ ഒരു കല്യാണം ഉറപ്പിച്ച് അത് മാറിപ്പോയതായിരുന്നു, അങ്ങനെ ആ വിവാഹത്തിൻ്റെ പേരിൽ എന്നെ ഇയാൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച്, അതായത് ഇവൻ വിശ്വസിക്കുന്നത് പോലെ ശ്രുതി പറഞ്ഞു പിടിപ്പിക്കുക. അപ്പോൾ ശ്രുതി അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു കൂസലും ഇല്ല കേട്ടോ. അപ്പോൾ ശ്രുതിയും തുല്യ ദുഃഖിതനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രുതി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ശ്രുതിയോട് നേരത്തെ പറയേണ്ടതായിരുന്നു, ഞാൻ ശ്രുതിയോട് പറഞ്ഞില്ല. ഞാൻ പറയാതിരുന്നത് ശ്രുതി എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രുതിയോട് ഒന്നും പറയാതിരുന്നത്. ശ്രുതി എന്നോട് ക്ഷമിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, വിവാഹം കഴിഞ്ഞതൊന്നും അല്ലല്ലോ, വിവാഹം മുടങ്ങിയതല്ലേ ഉള്ളൂ, നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇനിയിപ്പം നിൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണെങ്കിൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രുതി ഒരു ഡയലോഗും കൂടെ അങ്ങ് ഇറക്കി. ശ്രുതിയാണെങ്കിൽ ചുമ്മാ ഡയലോഗ് ഇറക്കിയതാണ്. അപ്പം ശ്രുതിക്ക് ഒരു ആശ്വാസമായി. ഈ സമയത്ത് നീ അതൊന്നും ഓർത്ത് വിഷമിച്ച് നിൽക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കിക്കേ, ഇവിടെ അമ്മയും എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നീ വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ കൊണ്ടാവാനായിട്ട്, നീ വേഗം വാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു. അപ്പോൾ ശ്രുതി അത് പറയുന്നത് കേട്ടപ്പോൾ ശ്രുതിക്ക് കുറച്ച് ആശ്വാസമായി. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി. അത് കഴിഞ്ഞപ്പോൾ മീരയോട് ശ്രുതി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയുകയാണ്. അത് കേട്ടപ്പം ഇത്രയും സമാധാനമായില്ലേ നിനക്ക്, കുറച്ചൊക്കെ ധൈര്യമായില്ലേ, നീ വാ, ഇനി നീ ഇതും വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഈ സമയം പോകും, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും, പെട്ടെന്ന് വരാൻ പറഞ്ഞുകൊണ്ട് മീര ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോഴത്തേക്കും ചന്ദ്ര വേഗം ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ മോള് വരാത്തേ, മുഹൂർത്തം ആയിക്കൊണ്ടിരിക്കുക, അവളെന്താ വരാത്തേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇപ്പം എന്നെ വിളിച്ചതേ ഉള്ളൂ, ഇറങ്ങാൻ തുടങ്ങുകയാണമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചന്ദ്രയോട് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു തടസ്സവും കൂടാതെ ഈ കല്യാണം ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ഈ കല്യാണം മുടക്കാനായിട്ട് സച്ചിയും അല്ലെങ്കിൽ ആ രേവതി എന്ന് പറയുന്നവളും പല വഴികളും നോക്കും, ഏതൊക്കെ വഴികളിലൂടെ അവനും കൂടെ എന്തൊക്കെ ഒപ്പിക്കുമെന്ന് ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ, ശരിയാ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ
ഉള്ളത് അവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാമെന്നുള്ളത്. ആ സമയത്ത് ശരിയാമേ ഇനിയിപ്പം ഈ കല്യാണം മുടക്കാൻ ആരെങ്കിലും പറഞ്ഞു വിടുമോയെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് സുധിയുടെ വകയും കൂടെ കുറേ അങ്ങ് എഴുത്തങ്ങ് തള്ളി വിട്ടു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ. ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയും ഭാമയും ഇങ്ങനെ നിൽക്കുമ്പോൾ കല്യാണ പെണ്ണും കൂട്ടുകാരിയും കൂടെ വന്നു. മോളെ കണ്ടപ്പോഴേക്കും മോളെ അമ്മ ഇവിടെ ആൻറ്റി ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു, മോളെന്ത് ഇത്രയും താമസിച്ചതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യം. മോള് വേഗം വാ, മുഹൂർത്തം അടുക്കാറായി, ഒന്നുകൂടെ ഒന്ന് റെഡിയാവണ്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാം. അങ്ങനെ എന്തായാലും ഈ കല്യാണം എന്ന് പറയുന്നത് അതൊരു മഹാസംഭവം തന്നെയായിട്ട് നിൽക്കുന്നു. എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു രീതിയിൽ. അതുപോലെ ദാസ് ഇങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി പറഞ്ഞതും ഒന്നും ആയിരിക്കില്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു ചതിപ്രയോഗത്തിലൂടെ നമ്മുടെ സച്ചിയെ വീണ്ടും കുറ്റക്കാരനാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സച്ചി തന്നെ ഇതെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യും, സച്ചി ഇതിനുള്ള പകരം വീട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി സൺഡേ.